ഹലോ, വെൽക്കം ടു നൈറസ് മംസ് വേൾഡ്. അപ്പോൾ ദേ കുറേ ആയാലും നമ്മളൊരു വ്ളോഗൊക്കെ ആയി കണ്ടിട്ടില്ലേ? എന്നാൽ പിന്നെ ഇതൊരു വ്ളോഗായിട്ട് തന്നെ തുടങ്ങാം അല്ലേ? ദേ ഞാനും കരിമോളും റെഡി ആയിട്ടിരിക്കുന്നത് കോഴിക്കോടേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഇനി ഒരാളും കൂടി വരാനുണ്ട്. അപ്പോൾ ദേ ആളവിടുന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പറയും, അപ്പം നമ്മൾ ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ദേ ആളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കരിമോളും റെഡി ആയി കേട്ടോ. അങ്ങനെ ദാ പരപ്പനങ്ങാടി സ്റ്റേഷനിലെത്തി കേട്ടോ. അങ്ങനെ ദേ ട്രെയിൻ വരുന്നത് നോക്കി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് നല്ല പരിചയമുള്ളൊരു മുഖം ഓടി എത്തിയിട്ടോ. വേറെ ആരില്ല, നമ്മുടെ പാറുവാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പാറു. നമുക്ക് പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ഈ ഫ്രണ്ടാണല്ലോ അല്ലേ. എൻ്റെ കാറ്റഗറിയിൽ കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ദേ അവളെ കണ്ടൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ കണ്ടത്. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് അവളെ കണ്ടപ്പോൾ കുറേ സംസാരിച്ച ശേഷം അവളെ ട്രെയിനും കയറിപ്പോയി. അങ്ങനെ ദേ ഞാനും കരിമോളും വീണ്ടും ട്രെയിൻ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. ഇതിൻ്റെ ഇടയിൽ പപ്പയും കനിമോളും അവിടെ കളിക്കുകയായിരുന്നേ. പപ്പയായാലും ശരി അമ്മമ്മയായാലും ശരി കനിമോളോട് പോവണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. വേറെ ഒന്നുമല്ല, അവൾ എന്നെക്കൊണ്ട് എടുപ്പിക്കുന്നു, പിന്നെ ഞാനും മീനും പോകുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ കനിമോൾ വിട്ടുകൊടുത്തില്ല കേട്ടോ. അവൾക്ക് വരണമെന്നും ഉണ്ടായിരുന്നു, എനിക്ക് അവളെ കൊണ്ടുപോകണമെന്നും ഉണ്ടായിരുന്നു കേട്ടോ. മുന്നേ അവൾ കുറേ ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നേ. അപ്പോൾ ദേ ഞങ്ങളെ ട്രെയിൻ വന്നു, ഞങ്ങൾ ട്രെയിനിൽ കയറി. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു കയറിയിരുന്നു. നല്ല തിരക്കായിരുന്നു. ദേ കോഴിക്കോട് എത്തിയപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി കേട്ടോ. ഇതാണ് എൻ്റെ സ്വന്തം മീനു കേട്ടോ. മീനും ഞാനും എവിടെയും ഒന്നിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലെ ഏറ്റവും വലിയൊരു പോയിന്റ്. എവിടെയും പഠിക്കാണ്ട് തന്നെ ഫ്രണ്ട്സ് ആവാൻ പറ്റുന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ. ദേ അങ്ങനെ ആദ്യം ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് എത്തി. കനിമോളെ ചെരുപ്പ് നോക്കാൻ പോയാൽ ആദ്യം എനിക്ക് ആ ചെരുപ്പ് കിട്ടി കേട്ടോ. കനിമോക്ക് അവിടെ നിന്നൊന്നും സെറ്റായില്ല. എന്നാൽ പിന്നെ ഇതങ്ങ് എടുക്കാമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ ഓരോന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടാളും ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ SM സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ കയറാത്ത കടകളുണ്ടാവുമോ? അങ്ങനെ കുറേ കടകൾ കയറി. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ചിലതൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ കനിമോക്കും ചെരുപ്പ് കിട്ടി, എൻ്റെ ചെരുപ്പ് കിട്ടി. പിന്നെ മീനിനെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് ഡ്രസ്സൊക്കെ എടുപ്പിക്കാൻ നോക്കിയെങ്കിലും അവളെടുത്തില്ല. എന്നാലും നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ച് നിർത്തിയതാണേ. പിന്നെ ദേ ചൈന മാർക്കറ്റിലാണ് പോയിരുന്നത്. ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടു പോയതാണേ. എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് ഇയറിങ്സ് എത്ര ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഇയറിങ്സിൽ ഒട്ടുമിക്കതും എൻ്റെ കയ്യിൽ തന്നെ ഉള്ളതായിരുന്നുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല കേട്ടോ. എന്നാലും അതിന് ചുറ്റും നടന്ന് ഞാൻ എന്തൊക്കെയോ പിറക്കി കൂട്ടിയിരുന്ന രംഗങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാനും പറ്റും കേട്ടോ. അങ്ങനെ ദേ ഞാൻ നെക്ലേസിൻ്റെ സെക്ഷൻ എത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാറി എടുക്കുമ്പോൾ മീനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നു, CID മൂസയിലെ ബിന്ദു പണിക്കരിയാണോ ഓർമ്മ വന്ന്. ഫ്രിഡ്ജ് എടുക്കണോ മിക്സി എടുക്കണോ എന്താ എടുക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയല്ലേ. അതുപോലെ ഇരുന്ന് ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ എന്താ എടുക്കേണ്ടതെന്ന് അറിയാണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചേരം നിന്നു കേട്ടോ. എന്നാലും ഞാൻ എന്തൊക്കെയൊക്കെയോ എടുക്കും ചെയ്തു. കുറച്ച് പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട് എനിക്കും കരിമോൾക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ ഈ കൂട്ടത്തിലതായല്ലോ. അതും കഴിഞ്ഞ് പിന്നെ ദേ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നേരെ ഞങ്ങളിനി അടുത്തത് ചെറുതായിട്ട് എന്തെങ്കിലും തട്ടാം എന്ന് കരുതി പോവുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ മീനിനോട് പറയുന്നത്, നമ്മൾ രണ്ടാളും മാത്രമാണെങ്കിൽ നമ്മളുടെ ലോകം വേറെയായിരുന്നു. ഇപ്പം അമ്മമാരായ ശേഷം നമ്മളുടെ ലോകം കുറച്ചുകൂടി ഒന്ന് മാറി. കുട്ടികളുടെ കംഫർട്ട് സോണും അവരെയും കൂടി ഒന്ന് ഹാപ്പി ആക്കിയിട്ടാണല്ലോ കൊണ്ടു നടക്കുന്നത്. അത് വേറെ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. മോളെയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്. അല്ലാണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അവരുടെ കൂടെ ഔട്ടിങ് പോകുമ്പോഴും കൊണ്ടുപോകുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ ഓർഡർ ചെയ്തു. ആസ് യൂഷ്വൽ ഞാൻ ഫലൂദ തന്നെയാട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ മീനും കോൾഡ് കോഫിയും. അവൾ അതിൻ്റെ ഫാനാണ്, ഞാൻ ഫലൂദയുടെ ഫാനാണ്. കനിമോള് പിന്നെ എന്തോ ഒന്ന് കണ്ടു, അത് ഓർഡർ ചെയ്തു. അതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് അടുത്ത പരിപാടി തുടങ്ങി കേട്ടോ. വീണ്ടും ഷോപ്പിംഗ് തന്നെയായിരുന്നേ. അങ്ങനെ ദേ അടുത്തത് തുണിയിലേക്കായിരുന്നു പോയിരുന്നത് കേട്ടോ. തുണിയെന്നാണ് അതിൻ്റെ പേര് കേട്ടോ ആ ഷോപ്പിൻ്റെ. ഞാൻ റീൽസിലൊക്കെ കണ്ട് സേവ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാരിക്ക് ബ്ലൗസ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. നല്ല കളക്ഷനുള്ളൊരു കട കേട്ടോ. ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനിങ്ങനെ തപ്പി നടക്കുകയായിരുന്നു, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരാണ്. ദേ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗുണം കണ്ടില്ലേ. കുഞ്ഞിനെ പിടിക്കുന്നോ സാധനങ്ങൾ പിടിക്കുന്നോ എനിക്ക് ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. പിന്നീട് ഞങ്ങൾ SM സ്ട്രീറ്റിൽ നിന്ന് മാറി നേരെ പാളയം റോട്ടിക്കായിരുന്നു പോയിരുന്നത്. സംഭവം വേറൊന്നുമല്ല, കനിമോൾക്ക് അവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ, നാട്ടിലല്ല ബഹ്റൈനിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് അതിലേക്ക് വേണ്ട ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നേ. അപ്പം നേരെ സുന്ദർ മഹലിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുമല്ലോ, പിന്നെ നമ്മൾ അതിനായിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അവളുടെ ഡാൻസിന് വേണ്ട ഐറ്റംസ് എല്ലാം ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക എല്ലാ സാധനങ്ങളും എടുത്തു തന്ന് പറഞ്ഞു തന്ന് നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു എന്ന് വേണം പറയാൻ കേട്ടോ.
അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി. പിന്നെ ഇവരുടെ തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ കനിമോക്ക് വേണ്ട ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ അവിടുന്ന് നേരെ തിരിച്ചിറങ്ങി തൊട്ടടുത്തുള്ളൊരു ഷോപ്പ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് കയറിയതായിരുന്നു. അപ്പോൾ ദേ ഇങ്ങനത്തെ മാലകളൊന്നും കണ്ടാൽ പിന്നെ ഞാൻ വിടുമോ? കുറച്ച് കുപ്പികളെയും മാലയും എല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ അടുത്ത് പിടിച്ച ഫോക്കസ് മാളിലേക്കായിരുന്നു. സംഭവം വേറൊന്നല്ല, കനിമോൾ വന്നപ്പോൾ തുടങ്ങിയതാ ബോബ 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 എന്ന് പറഞ്ഞിട്ടോ. ഈ ബബിൾ ടീനെയാണ് പറയുന്നതേ. എന്നാൽ പിന്നെ അവളുടെ ആ ആഗ്രഹം കൂടി നമുക്ക് സഫലീകരിച്ച് കൊടുക്കാമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ പിടിച്ചത് ക്ലബ് സുലൈമാനിയിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയിരുന്ന് ഞങ്ങൾക്ക് വേണ്ട ഫുഡും ഓർഡർ ചെയ്തു, അവൾക്ക് വേണ്ട ബോബയും ഓർഡർ ചെയ്ത് ഞങ്ങളതിനെ കാത്തിരിക്കുകയാണ്. കനിമോളുടെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ബബിൾ ടീ ആദ്യമായിട്ട് കുടിക്കാൻ പോവല്ലേ, ഭയങ്കര സന്തോഷമായിരുന്നേ. അവൾക്ക് അവളുടെ സ്ട്രോബെറി ബബിൾ ടീ ഇഷ്ടമായുള്ളൂ. ഞങ്ങളുടെ കോഫി കുടിച്ച് നോക്കിയപ്പോൾ ആൾക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ളത് അവളുടെ എക്സ്പ്രഷൻ നേരെ റിഫ്ലക്റ്റ് ചെയ്തത് മീനിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും. എന്നാൽ ഞാനിനി ഇവിടുന്ന് പറയാൻ പോകുന്നതെല്ലാം ഞാൻ മീനിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മുൻകൂട്ടി പറഞ്ഞത്. ഇനി ഞാൻ കഥയിലേക്ക് കിടക്കാം. ഞാനും മീനും ഫ്രണ്ട്സായത് എനിക്ക് തോന്നുന്നു ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പഠിച്ചിട്ടില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പക്ഷേ കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല, ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് തെളിയിച്ച വ്യക്തി കേട്ടോ മീനു. ഇത്ര അടിപൊളിയായിട്ട് ഇത്ര വർഷം പോയിക്കൊണ്ടിരിക്കുന്നറിയോ, ഇപ്പോഴും അത് പോകുന്നു. ഇനി അങ്ങോട്ടേക്ക് അത് പോകണം തന്നെയാണ് കേട്ടോ ആഗ്രഹം. അപ്പോൾ എൻ്റെ സൗണ്ട് ഒന്ന് ഇടറിക്കഴിഞ്ഞാലോ, എൻ്റെ സന്തോഷം മനസ്സിലാക്കാൻ, എൻ്റെ സങ്കടം അറിയാൻ എല്ലാത്തിനും പറ്റിയ ഒരാളാട്ടോ അവൾ. അതിനനുസരിച്ച് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീന് കടന്നു പോയിക്കൊണ്ടിരുന്നത് വളരെ മോശം ഒരു അവസ്ഥയിലൂടെയായിരുന്നു കേട്ടോ. അത് എനിക്കും കുറച്ച് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തായിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടാളും ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയിരുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രം അറിയായിരുന്നു. കാരണം ഞാൻ അവിടെയും അവൾ ഇവിടെ ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട് ആ സമയങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തരണം ചെയ്തിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളായിട്ട് ഇതേപോലെ ഒരു ദിവസം നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായിരുന്നു കേട്ടോ. ആളിതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമായിരുന്നു. അങ്ങനെ ആ നല്ലൊരു ദിവസം ഇവിടെ കഴിയായി കേട്ടോ. എന്നാലും ഒരുപാട് ഓർമ്മകൾ, പണ്ടത്തെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഈ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ചേർന്ന് പുറത്ത് മോളായിട്ടൊക്കെ പോയൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക് കേട്ടോ. അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റാ, ബൈ ബൈ, സീ യു.